വരെ എസ് പി ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ മൂന്നാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് 1077ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 2,51,000 മുകളിലുള്ള ജനങ്ങളാണ് സിനിമ കണ്ടത്. 89% ഇന്നത്തെ ഒക്യുപ്പൻസി. സിനിമയ്ക്ക് ഇന്ന് ഇതുവരെ ഉള്ള ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത് 3,88,44,000 രൂപയാണ്. അതായത് ഇന്നലെ ഇതേ സമയം 3,35,00,000 രൂപയായിരുന്നുവെങ്കിൽ വലിയ ഒരു ചേഞ്ചാണ്. ഏകദേശം 16% ആണ് ഇന്നത്തെ വർധനവ്. ആദ്യ ദിനം സിനിമ നേടിയത് 3,68,00,000 രൂപയാണെങ്കിൽ രണ്ടാം ദിവസം 3,83,00,000 രൂപയും നാലാം ദിവസം ഇതുവരെ 3,88,00,000 രൂപ കടക്കുകയും ചെയ്തു. ഇന്നത്തെ സിനിമയുടെ ഫൈനലായിട്ടുള്ള കളക്ഷൻ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് 4,37,00,000 രൂപയോളം. അതായത് 5.25 കോടിക്ക് മുകളിലായിരിക്കും ഇന്നത്തെ കളക്ഷൻ എന്നുള്ളതാണ്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ കേരള കളക്ഷൻ 15 കോടി തൂക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. ഇവിടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് 35 കോടിക്ക് മുകളിലായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ കൂടെ അതിഗംഭീരമായിട്ടുള്ള ഒരു തരംഗമായി മാറുകയാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ ഹനീഫ് അദേനിയുടെ ഈ ഒരു ചിത്രം. മാക്സിമം വയലൻസ്, ഫുൾ വയലൻസ് ഉള്ള ഈ ഒരു ചിത്രം എങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് ഒരു സംശയമായിരുന്നുവെങ്കിൽ ഇന്ന് ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിക്കുകയും 2024 വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്ററിലേക്ക് എത്തുകയും 2024 അവസാന ബ്ലോക്ക് ബസ്റ്റർ, അവസാന വിജയ ചിത്രം എന്ന പേര് വരികയും മാർക്കോയ്ക്ക് നേടിയിരിക്കുകയാണ്. ഒരിക്കൽ കളിയാക്കിയവരെയൊക്കെ പാടെ ഓടിച്ചു വിട്ടിരിക്കുന്നു ഉണ്ണി മുകുന്ദൻ കമ്പനി, ഉണ്ണി മുകുന്ദൻ UMC എന്ന കമ്പനി എന്ന് പറയാം. എന്തായാലും ഗംഭീരമായിരിക്കുന്നു. ആദ്യ ദിനത്തേക്കാൾ കൂടുതലാണ് രണ്ടാം ദിവസം കളക്ഷൻ, രണ്ടാം ദിവസത്തേക്കാൾ കൂടുതലാണ് മൂന്നാം ദിവസത്തെ കളക്ഷൻ. മൊത്തം ഇതുവരെ കണ്ടിരിക്കുന്നത് 7,44,000 ജനങ്ങളാണ് സിനിമ ഇതുവരെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായി കണ്ടിരിക്കുന്നത്. ഒക്യുപ്പൻസി 88%. വെറും 190 തിയേറ്ററുകൾ മാത്രമാണ് സിനിമയ്ക്ക് നൽകിയെങ്കിൽ അതിൽ മുഴുവൻ ആളുകളും കുത്തിക്കയറുന്ന ഒരു ലെവലാണ് നമുക്ക് കാണാൻ കഴിയും. ഇന്നും എക്സ്ട്രാ ആൻഡ് അഡീഷണൽ ഷോസ് സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. കാത്തിരിക്കാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.